രാജ്യത്തെ നടുക്കി ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണം. ബൈസറാനിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ 28 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ ഒരാൾ കർണാടക ശിവമോഗ സ്വദേശി മഞ്ജുനാഥ റാവു എന്ന് സ്ഥിരീകരിച്ചു. വിദേശ വിനോദസഞ്ചാരികളും കൊല്ലപ്പെട്ടു. സൈനിക വേഷത്തിലെത്തിയവർ ട്രെക്കിങ്ങിന് പോയവർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ആക്രമണത്തിന് ഉത്തരവാദിത്തം ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് ഏറ്റെടുത്തു. ഭീകരാക്രമണത്തെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അപലപിച്ചു. ശ്രീനഗറിൽ എത്തിയ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായി കൂടിക്കാഴ്ച നടത്തി. ഭീകരാക്രമണം NIA അന്വേഷിക്കും. വിശദാംശങ്ങളുമായി ഇപ്പോൾ ബി ദിലീപ് കുമാറും ബൽറാം നെടുങ്ങാടിയും ചേരുന്നുണ്ട്. ഒപ്പം എസ് വിജയകുമാറും. ആദ്യം ബൽറാം നെടുങ്ങാടിയിലേക്കാണ്. ബൽറാം, ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ ജമ്മു കശ്മീരിൽ എത്തിയിട്ടുണ്ടല്ലോ, ശ്രീനഗറിൽ എത്തിയിട്ടുണ്ടല്ലോ സൈനിക നടപടികൾ ഏകോപിപ്പിക്കുന്നതിനു വേണ്ടി. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? ഈ മരണസംഖ്യ സംബന്ധിച്ച് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം 28 പേർ മരിച്ചു എന്നാണോ ബൽറാം? ഉന്മേഷ്, മരണസംഖ്യയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം മരണം 28 ആയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് പ്രാദേശിക മാധ്യമങ്ങൾ നൽകുന്ന വിവരമാണ്. ഈ ജമ്മു കശ്മീരിലെ ഈ ആക്രമണത്തിൽ മരിച്ചവരിൽ 2 വിദേശികളും ഉൾപ്പെടുന്നു എന്നും അതിൽ ഒരാൾ ഇസ്രായേൽ സ്വദേശിയും ഒരാൾ ഇറ്റാലിയൻ പൗരനുമാണ് എന്നുമാണ് സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത് പ്രാദേശിക മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും. ഈ ജമ്മു കശ്മീർ പോലീസിൽ നിന്നും ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യങ്ങൾ പ്രാദേശിക മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഒപ്പം മരണസംഖ്യ 28 ഉയർന്നു എന്നുമാണ് ലഭ്യമാകുന്ന വിവരം. പരിക്കേറ്റ 12 പേർ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവരിൽ ചിലരുടെ സ്ഥിതി ഗുരുതരമാണ് എന്നുമാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. അതേസമയം ജമ്മു കശ്മീരിലെത്തിയ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹം മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായി കൂടിക്കാഴ്ച നടത്തി. രാജ്ഭവനിൽ ഉന്നതതല അവലോകന യോഗം ഇപ്പോൾ പുരോഗമിക്കുന്നു. ഈ യോഗത്തിൽ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ, ഒപ്പം തന്നെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഉദ്യോഗസ്ഥർ, ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. ഈ യോഗത്തിൽ പ്രധാനമായും നിലവിലുള്ള സുരക്ഷാ സാഹചര്യം സംബന്ധിച്ചുള്ള അവലോകനമാണ് നടക്കുന്നത്. എത്രത്തോളം സൈനികരെ ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്, ഈ മേഖലയുടെ സ്വഭാവവും, ഒപ്പം തന്നെ ഈ ആക്രമണം നടത്തിയ ഭീകരവാദികൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ സൈനികർ ആഭ്യന്തരമന്ത്രിക്ക് വിവരിക്കുകയാണ്. ഇതുകൂടാതെ ഈ ഭീകരരെ പിടികൂടാനായി നിലവിൽ തയ്യാറാക്കിയിരിക്കുന്ന പദ്ധതി, അതിനായുള്ള സൈനിക വിന്യാസം അടക്കമുള്ള കാര്യങ്ങളും ആഭ്യന്തരമന്ത്രി വിലയിരുത്തും. ഒപ്പം തന്നെയാണ് ഈ ഭീകരാക്രമണത്തിന് ഇരയായ ആളുകളുടെ കുടുംബാംഗങ്ങൾ, നഷ്ടപ്പെട്ടവർ അടക്കമുള്ളവരുടെ സുരക്ഷിതമായി എത്തിക്കുന്നത്, അവർക്ക് മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുന്നത്, കൂടാതെ മൃതദേഹങ്ങൾ കൈമാറുന്നത് അടക്കമുള്ള നടപടികൾ സംബന്ധിച്ചുള്ള അവലോകനവും ആഭ്യന്തരമന്ത്രി നടത്തും. ഇതിന് ശേഷമായിരിക്കും ഈ ഭീകരവാദത്തിനെതിരായ പ്രതിരോധ നടപടികൾ ഏത് തരത്തിൽ നേരിടണം, എന്ത് തരത്തിൽ മറുപടി നൽകണം എന്ന് തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള കൂടിയാലോചനകളും ആഭ്യന്തരമന്ത്രിയുടെ ജമ്മു കശ്മീർ സന്ദർശനത്തിനിടെ ഉണ്ടാകും. ഇന്ന് രാത്രി അദ്ദേഹം ശ്രീനഗറിൽ തന്നെ തുടരും. നാളെ രാവിലെ ആയിരിക്കും അദ്ദേഹം പഹൽഗാമിലേക്ക്, ഭീകരാക്രമണമുണ്ടായ പ്രദേശത്ത് സന്ദർശനം നടത്തുക. അതിന് മുന്നോടിയായി സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നു. ഒപ്പം തന്നെ ഈ പഹൽഗാം പോലീസ്, ഈ വിനോദസഞ്ചാരികൾ നിരവധി പേർ ഈ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പിന്നീട് മുന്നോട്ടുള്ള യാത്ര പോലീസും സൈന്യവും തടഞ്ഞിരുന്നു. ഇത്തരത്തിൽ വിനോദസഞ്ചാരികൾ പലയിടത്തും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. കൂടാതെ ഇത്രയും വലിയ ഒരു ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പലരും ജമ്മു കശ്മീരിലേക്ക് വിനോദസഞ്ചാരത്തിനെത്തിയ ആളുകളുടെ ബന്ധുക്കൾ അടക്കമുള്ളവർ അധികൃതരെ ബന്ധപ്പെടുന്നുണ്ട്. ഇവർക്കായി ഹെൽപ്പ് ലൈൻ നമ്പറുകൾ പുറത്തിറക്കിയിട്ടുണ്ട് പഹൽഗാം പോലീസ്. ഈ മരണം സംബന്ധിച്ചുള്ള വിവരങ്ങൾ, ഒപ്പം തന്നെ ഈ നിലവിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അടക്കമുള്ളവ പങ്കുവയ്ക്കുന്നതിനാണ് ഇത്തരത്തിൽ ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ ആരംഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ മേഖലയിൽ കൂടുതൽ സൈനിക വിന്യാസം അല്ലെങ്കിൽ പ്രത്യേക കമാൻഡോകൾ ഉൾപ്പെടെയുള്ളവ വിന്യസിക്കുന്നത് സംബന്ധിച്ചുള്ള കൂടിയാലോചനകളും ആഭ്യന്തരമന്ത്രിയുടെ ഈ സന്ദർശനത്തിനിടെ ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നാളെ രാവിലെ അദ്ദേഹം ഈ ആക്രമണമുണ്ടായ മേഖല നേരിട്ട് സന്ദർശിക്കും. ഉന്മേഷ്, ബൽറാം നെടുങ്ങാടിയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.